പൗരത്വ നിയമത്തെയും ഏകീകൃത സിവിൽ കോഡിനെയും ശക്തമായി പിന്തുണച്ച് ജസ്റ്റിസ് കെ.ടി. തോമസ് പൗരത്വം നഷ്ടപ്പെടുമെന്നുള്ള പ്രചാരണം രാഷ്ട്രീയ പ്രേരിത മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കോട്ടയത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ജസ്റ്റിസ് കെ.ടി. തോമസിനെ സന്ദർശിച്ചപ്പോഴായിരുന്നു പ്രതികരണം. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് UDF-ഉം LDF-ഉം പൗരത്വ നിയമത്തിനും ഏകീകൃത സിവിൽ കോഡിനുമെതിരെ ആസൂത്രിതമായ പ്രചാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്നതിനിടെയാണ് നിയമങ്ങളെ പിന്തുണച്ച് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് കെ.ടി. തോമസ് രംഗത്തെത്തിയത്. പൗരത്വ നിയമത്തിലൂടെ നിലവിലുള്ള ആരുടെയും പൗരത്വം നഷ്ടമാകില്ല. പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും കോൺഗ്രസും CAA കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നത് ഭരണഘടനയിലുള്ളതാണെന്നും ജസ്റ്റിസ് കെ.ടി. തോമസ് വ്യക്തമാക്കി. ഞാൻ വളരെ ശക്തമായി സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെ പിന്താങ്ങുന്നയാളാണ്. കാരണം ഇവിടെ 21 വയസ്സ് 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള ആരുടെയും സിറ്റിസൺഷിപ്പ് എടുക്കുന്നില്ല. ഇത് പണ്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞതാണ് ചെയ്യണമെന്ന്. എത്രയും വേഗം യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പിലാക്കണം, എത്രയും വേഗം. ജസ്റ്റിസ് കെ.ടി. തോമസ് നേരത്തെയും സമാന നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. പ്രചാരണത്തിന്റെ ഭാഗമായി കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ജസ്റ്റിസ് കെ.ടി. തോമസിനെ സന്ദർശിച്ചപ്പോഴായിരുന്നു പ്രതികരണം. എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടാനായി എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ ഞങ്ങൾക്കുണ്ട്. എല്ലാ സമുദായം, ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന്, മുസ്ലിം വിഭാഗത്തിൽ നിന്ന്, അതുപോലെ തന്നെ ഹിന്ദുക്കൾ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്ന എന്നുള്ളത് അവർ തരാനാണ് തയ്യാറായിട്ടാണ് എല്ലാ സംഘടനകളും നിൽക്കുന്നതും. അവരൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ജനം, കോട്ടയം.